Dormirse en la cama, darse prisa en tu alma, ratoncito en el club, no heroica, club, club, club. അനന്തു ആലപ്പുഴ ജില്ലയിലേ കാണില്ല ഇവനെ പോലൊരു കോഴി. നീ ഈയിടെയായിട്ട് എന്താണ് ഇത്തിരി മൂഡ് ഓഫ് ആയിട്ടൊക്കെ കിടക്കുന്നത്? അപ്പാപ്പ തിരക്കുന്നുണ്ടായിരുന്നു ഏട്ടാ, നിന്നെ കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞു. എടാ നീ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോടാ? ആ സാറേ, ഞാൻ അമ്മമാരെ വിളിച്ചായിരുന്നു. അമ്മമാരൊരു അരമണിക്കൂറിൽ എത്തുമെന്നാ പറഞ്ഞു. ഓക്കെ. ഓ പണ്ടാറ് ചേട്ടാ ചേട്ടാ ആ 10 മിനിറ്റിലേ. അത് തന്നെ റോൾ ഏയ് ന്യായീകരണമൊന്നും വേണ്ട. ഇനി എന്നെ കൊണ്ട് സ്ക്രിപ്റ്റ് കൊടുക്കില്ല. ഉപ്പൻ യഥാർത്ഥ പേരെന്തുവാന്ന് അവന് തന്നെ അറിയൂ. കോളേജിലെ ഏത് പ്രശ്നം എടുത്ത് നോക്കിയാലും അതിൻ്റെ പിന്നിലെ ആ വൃത്തികെട്ട കൈ ഇവൻ്റെ ആയിരിക്കും. എനക്കെടുത്താനായിട്ട് എന്തുവാ? വിവേക് ഇവന് വാ എന്ന അക്ഷരം എപ്പോഴും ബായാണ്. തമ്പി ഇവൻ ആളൊരു കില്ലാടിയാണ്. അവിടെ നിന്നാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ നായകനെ ഒരു മോതിരം കിട്ടും. വളരെ ഭംഗിയുള്ള മോതിരം കണ്ട നായകൻ ഒരു കൗതുകത്തോടെ അത് ഇട്ടു നോക്കും. പെട്ടെന്ന് അവൻ്റെ ഫ്രണ്ടിൽ അവൻ്റെ അതേ രൂപം, ഒരു ക്ലോൺ. നമ്മുടെ നായകനെ ആ ക്ലോണിനാകെ ഇഷ്ടപ്പെട്ടില്ല. നായകനെതിരായി ക്ലോൺ ഓരോരോ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം നിർത്താൻ നായകൻ മോതിരം ഊരി നോക്കും. പക്ഷേ ക്ലോൺ പോകുന്നില്ല. പിന്നീടാണ് അവൻ മനസ്സിലാക്കുന്നത് ഈ ക്ലോണിൻ്റെ കയ്യിലെ മോതിരം കൂടെ ഊരിയാൽ മാത്രമേ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ പറ്റൂ. ഈ ദൂരാൻ പോകുന്ന നായകൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും കഥയാണിത്. കഥ ഓക്കെ കേട്ടോ, കുഴപ്പമില്ല. ചെറിയൊരു മാറ്റം കൂടി വരുത്തി കഴിഞ്ഞാൽ സംഭവം. ആദ്യം സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ പഠിക്കടാ. നീ അവൻ്റെ കാല് ചവിട്ടിയല്ലേ. എന്തായാലും നീ പോയി ഞങ്ങൾക്ക് ഒരു കുപ്പി വാങ്ങിച്ചോണ്ട് വാ. ആർക്കാടാ കുപ്പി വേണ്ടത്? കുപ്പിയൊന്നുമില്ല, അവനെ വിട്ടേക്ക്. ഏതാറായോ? വീട്ടിലെ നീ ഇപ്പൊ എന്തോ ചെയ്യടാ? ഗിരി ഇവനും ആളൊരു കില്ലാടിയാണ്. പക്ഷെ അണ്ണന് ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇല്ലട്ടാ, പറ്റത്തില്ല. എന്താ പറ്റാത്ത? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെങ്ങനെ ലവ് സ്റ്റോറി ആയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ലവ് സ്റ്റോറി എപ്പോഴും ലവ് സ്റ്റോറി ഒക്കെ ആയപ്പോൾ ഒരുമാതിരി ക്ലീശായി പോകത്തില്ലേട്ടാ. എനിക്ക് ഈ കഥയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വേറെ ഡയറക്ടർ തപ്പിക്കാം. എന്നെ കിട്ടത്തില്ല, ഞാൻ പോകുന്നു. ചേട്ടാ നിക്കി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അഭിഷേക് വലിയ ഡയറക്ടറും പ്രൊഡ്യൂസറും ആണെന്നൊക്കെയാ പറയുന്നത്. വേറെ ആരുമല്ല, പുള്ളി തന്നെയാ പറയുന്നത്. ഒരു മിനിറ്റ്. ആകെയുള്ളൊരു പ്രൊഡ്യൂസറായി ഗതികേട് പണ്ടാരം. അമ്മൂമ്മക്ക് പായാടി. അമ്മൂമ്മക്ക് പായാടി. വായാടി. അമ്മൂമ്മക്ക് പായാടി. തായാടി അല്ലടാ, വായാടി. വായാടി അല്ല, വായാടി. വായാടി.
പണ്ടറിയ നേരത്താണ് വരാൻ തോന്നുന്നു. നീ എന്താ വന്നിട്ട് കയറാതെ പോയത്? ഇല്ലണ്ണാ ഞാൻ പോവാ, കുഴപ്പമില്ല. നീ കയറിയിട്ട് പോയാൽ മതി. ഇല്ലണ്ണാ ഒന്നുമില്ല, ഞാൻ പോയേക്കുവാ. നീ മിസ്സിനോട് ഇല്ല പറയാൻ പറയത്തില്ല, ഉറപ്പായിട്ടും പറയത്തില്ല. നീ പറയും. വിഷ്ണു 1 വർഷമായി ഒരു സ്ക്രിപ്റ്റും കൊണ്ട് നടക്കുന്നു. ഇതേവരെ ഒരു പ്രൊഡ്യൂസറും പാവത്തിന് ഒത്തു കിട്ടിയില്ല. അമ്മാരെ ലൈറ്റും കൊണ്ട് അവിടെ പോയിരിക്കുവാടാ. ആ ഡയറക്ടറിനെ 10 തവണ വിളിച്ച്. എനിക്ക് വരുന്നെന്ന്. ആടാ നീയാ? നീ ഞാൻ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് സെറ്റ് ചെയ്യ്, ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. പോട്ടെ, കുറച്ച് തിരക്കുണ്ട്. അണ്ണ എന്താ പെട്ടെന്ന് ബോധം കേട്ടെ? ഇവൻ്റെ ഇത് എവിടെ പോയി കിടക്കും? ഇവനിതവിടെ പോയി.